പൊൻകാലം ആണ് പൊങ്കാല. പൊൻകാലം എന്നാൽ സൂര്യന്റെ തേജസ്സിനെ അറിയുവാനും ഉണരുവാനുമുള്ള കാലമാണ്. അങ്ങനെയെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയെ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മനസ്സും ശരീരവും തയ്യാറാകേണ്ടത് എങ്ങനെയാണ്? വിശ്വപ്രസിദ്ധമായൊരു യജ്ഞകർമ്മത്തിന് പങ്കുചേരുവാൻ സ്ത്രീകളുടെ മനസ്സും ശരീരവും തയ്യാറാവുകയാണ്. തീർച്ചയായിട്ടും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുനടയിലെത്തി ഭഗവതിയെ ദർശിച്ച് അനുവാദം വാങ്ങി പൊങ്കാലയിടുന്നത് മഹത്തരമായൊരു കാര്യം തന്നെയാണ്. ക്ഷേത്രപ്പറമ്പിൽ തന്നെ നമുക്കിരുന്ന് പൊങ്കാല അർപ്പിക്കുവാനാകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉചിതമായ കാര്യം. പക്ഷേ ഇതല്ലാതെ കേരളത്തിന് പുറത്ത്, തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർ, ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധിക്കാത്തവർ, എല്ലാവർക്കും പൊങ്കാല എന്നത് മനസ്സുണർത്തുവാനുള്ള അവസരം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പൊങ്കാലയിൽ പങ്കുചേരാനാകും. പൊങ്കാലയുടെ ആ നാളിൽ ഏറ്റവും പ്രധാനം പണ്ടാര അടുപ്പിൽ അഗ്നി ജ്വലിക്കുന്ന നിമിഷങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു പ്രത്യേക സമയം തന്നെയാണ്. ആ പണ്ടാര അടുപ്പിന് മുകളിൽ വെക്കുന്ന ആ ഒരു പൊങ്കാല സവിശേഷമായി സമർപ്പിക്കുവാനുള്ള ആ പാത്രത്തിന് നാഗപ്പാന എന്നാണ് പറയുന്നത്. നാഗപ്പാന ജലവുമായി തയ്യാറായിരിക്കും. അതിന് താഴെ അഗ്നി ജ്വലിക്കുന്ന നിമിഷം കാത്തിരിക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പകർന്നു കിട്ടുന്ന അഗ്നി ജ്വാലകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കാത്തിരിക്കുവാൻ. മറ്റൊരാൾക്ക് മുന്നേ എനിക്ക് കിട്ടണമെന്നുള്ള ധൃതി വരുന്ന